മഹേശ്വരിയെ നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. ഇന്ന് 6 വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. വരികൾ ഏതെല്ലാം എന്ന് നോക്കാം. മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദിസമന്യത ദന്ത്യന്യാസക്തഹൃദയ കാകിനി രൂപധാരിണി മൂലാധരാംബുജാരൂഢ പഞ്ചവക്താസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത മുദ്ഗൗതനസക്തചിത്ത സാകിന്യംബസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ്ണ ഷഡാനന മഞ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തിസമന്യത ഹരീന്ദ്രാനൈകരസിക ഹാഗിനി രൂപധാരിണി സഹസ്രദളപത്മസ്ഥ സർവവർണ്ണോപശോഭിത സർവായുധര ശുക്ലസംസ്ഥിത സർവതോമുഖി സർവോദനപ്രീതചിത്ത യാഗിന്യംബാസ്വരൂപിണി സ്വാഹ സ്വതാമതിർ മേധാശ്രുതി സ്മൃതി അനുത്തമ. ഇത്രയും വരികളുടെ അർത്ഥമാണ് ഇന്ന് നോക്കുന്നത്. ആദ്യം മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്യത. മേധോനിഷ്ഠ മേധസ് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. മധുപ്രീത തേൻ കൊണ്ട് പ്രീതി അടയുന്നവളാണ് ദേവി. ബന്ധിന്യാദി സമന്യത ബന്ധിനി മുതലായ 6 ശക്തികളോട് കൂടിയവളാണ് ദേവി. ദന്ത്യന്യാസക്ത ഹൃദയ കാകിനി രൂപധാരിണി. ദന്ത്യന്യാസക്ത ഹൃദയ തൈര് ചേർത്ത അന്നത്തിൽ ആസക്തിയുള്ള ഹൃദയത്തോട് കൂടിയവളാണ് ദേവി. കാകിനി രൂപധാരിണി കാകിനി എന്ന അമ്പയുടെ രൂപം ധരിച്ചവളും ദേവി തന്നെയാണ്. മൂലാധരാംബുജാരൂഢ പഞ്ചവക്താസ്തി സംസ്ഥിത. മൂലാധരാംബുജാരൂഢ 4 ദളങ്ങളോട് കൂടിയ മൂലാധാരം എന്ന താമരയിൽ ഇരിക്കുന്നവളാണ് ദേവി. പഞ്ചവക്ത്ര 5 മുഖങ്ങളോട് കൂടിയവളാണ് ദേവി. അസ്ഥി സംസ്ഥിത അസ്ഥിയാകുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത. അങ്കുശാദിപ്രഹരണ 4 ദളങ്ങളോട് കൂടിയ മൂലാധാരം എന്ന താമരയിൽ ഇരിക്കുന്നവളാണ് ദേവി. വരദാദിനിഷേവിത വരദ മുതൽ സരസ്വതി ദേവി വരെ 4 ശക്തികളാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി. മുദ്ഗൗതനസക്തചിത്ത സാകിന്യംബസ്വരൂപിണി. മുദ്ഗൗതനസക്തചിത്ത ചെറുപയർ ചേർത്ത അരി കൊണ്ടുള്ള അന്നത്തിൽ ആസക്തമായിരിക്കുന്നവളാണ് ദേവി. സാകിന്യംബാസ്വരൂപിണി സാകിനി ദേവിയുടെ സ്വരൂപത്തോട് കൂടിയവളാണ് ദേവി. ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ്ണാഷഡാനന. ആജ്ഞാചക്രാബ്ജനിലയ ഭൂമധ്യത്തിലായി 2 ഇതളുകളുള്ള ആജ്ഞാചക്രമെന്ന താമരപ്പൂവാകുന്ന നിലയത്തോട് കൂടിയവളാണ് ദേവി. ശുക്ലവർണ്ണ വെളുത്ത നിറത്തോട് കൂടിയവളും ദേവി തന്നെയാണ്. ഷഡാനന 6 മുഖങ്ങളോട് കൂടിയവളാണ് ദേവി. മഞ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തിസമന്യത. മഞ്ജാസംസ്ഥ മഞ്ജയാകുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ഹംസവതി മുഖ്യശക്തിസമന്യത ഹംസവതി തുടങ്ങിയ 2 ശക്തികളോട് കൂടിയവളും ദേവി തന്നെയാണ്. ഹരീന്ദ്രാനൈകരസിക അഗ്നി രൂപധാരിണി. ഹരീന്ദ്രാനൈകരസിക മഞ്ഞൾ ചേർത്ത അന്നത്തിൽ മുഖ്യമായി ഇഷ്ടമുള്ളവളാണ് ദേവി. ഹാഗിനി രൂപധാരിണി ഹാഗിനി ദേവിയുടെ രൂപം ധരിച്ചവളും ദേവി തന്നെയാണ്. സഹസ്രദളപത്മസ്ഥ സർവവർണ്ണോപശോഭിത. സഹസ്രദളപത്മസ്ഥ ബ്രഹ്മരന്ധ്രത്തിൽ 1000 ദളങ്ങളോട് കൂടിയ താമരയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. സർവവർണ്ണോപശോഭിത എല്ലാ വർണ്ണങ്ങളോടും കൂടി ചിത്രവർണ്ണനായി ശോഭിക്കുന്നവളാണ് ദേവി. സർവായുധര ശുക്ല സംസ്ഥിത സർവതോമുഖി. സർവായുധര എല്ലാ ആയുധങ്ങളും ധരിച്ചവളാണ് ദേവി. ശുക്ല സംസ്ഥിത രേതസ്സാകുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളും ദേവി തന്നെയാണ്. സർവതോമുഖി എല്ലാ ദിക്കുകളിലേക്കും തിരിച്ച് അനേകം മുഖങ്ങളോട് കൂടിയവളാണ് ദേവി. സർവോദന പ്രീതചിത്ത യാഗിന്യംബസ്വരൂപിണി. സർവോദന പ്രീതചിത്ത എല്ലാ വിധത്തിലുള്ള അന്നങ്ങളിലും പ്രീതിയുള്ളവളാണ് ദേവി. യാഗിന്യംബസ്വരൂപിണി യാഗിനി എന്ന അമ്പയുടെ സ്വരൂപത്തോട് കൂടിയവളാണ് ദേവി. സ്വാഹ സ്വത മതിർ മേധ ശ്രുതി സ്മൃതി അനുത്തമ. സ്വാഹ ദേവിയായിരിക്കുന്നവളും ദേവി തന്നെയാണ്. അഗ്നിയുടെ ഭാര്യയാണ് അഗ്നിയുടെ പത്നിയാണ് സ്വാഹ. ഈ സ്വാഹാദേവി ദേവന്മാർക്കുള്ള ഹവിസ്സും മറ്റും സമർപ്പിക്കുമ്പോൾ സ്വാഹ എന്ന മന്ത്രം ഉച്ചരിക്കേണ്ടതാണ്. അപ്പോൾ അഗ്നിദേവൻ്റെ ഭാര്യയാണ് സ്വാഹ. സ്വാത ദേവിയായിരിക്കുന്നതും ദേവി തന്നെയാണ്. അമതി പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അവിദ്യയായവളാണ് ദേവി. മേധ
എല്ലാ ഭൂതങ്ങളിലും ഉള്ള ബുദ്ധി സാമർഥ്യമാകുന്ന രൂപമുള്ളവളും ദേവി തന്നെയാണ്. ശ്രുതി വേദസ്വരൂപിണിയായി സൽകീർത്തിയോട് കൂടിയിരിക്കുന്നതും ദേവി തന്നെയാണ്. സ്മൃതി ധർമ്മശാസ്ത്രങ്ങളുടെ രൂപത്തിൽ, അതായത് ഓർമ്മശക്തിയായി ഇരിക്കുന്നതും ദേവി തന്നെയാണ്. അനുത്തമ ഉത്തമമാരിൽ വെച്ച് ഏറ്റവും ഉത്തമയായവളാണ് ദേവി. അടുത്ത ദിവസം ബാക്കി വരികളുടെ നാമങ്ങളുമായി വരാം. എല്ലാവർക്കും നമസ്കാരം. ഓം മഹേശ്വരിയേ നമഃ.